17കാരൻ ശിവസൂര്യയെ ചൊക്ലിയിൽ നിന്ന് കാണാതായി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വീട്ടിൽ നിന്ന് പോയത്. മൊബൈൽ ഫോണ് വീട്ടിൽ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ആ മൊബൈൽ ഫോണ് വീട്ടുകാർ പിടിച്ചു വാങ്ങിച്ചു വെച്ചതാണ് വൈരാഗ്യത്തിന് കാരണം. ശിവസൂര്യ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. വളരെ ധൃതിയിൽ വീടിനടുത്തുള്ള പൂമരം ജംഗ്ഷനിലേക്ക് പോകുന്നത് കണ്ടു. പിന്നെ അങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. കുട്ടിയെ പിന്നീട് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല, ഒരു വിവരവുമില്ല. തലശ്ശേരി ASP ഡോക്ടർ നന്ദഗോപൻ്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘം SIT രൂപീകരിച്ചു കഴിഞ്ഞു. ചൊക്ലി SI R രാകേഷിനാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ. ഇപ്പോൾ ആ ടീമിൽ 8 പേരോളമുണ്ട്. അവർ ബാംഗ്ലൂർ അതുപോലെ തന്നെ കർണാടകയിലെ പല ഭാഗത്തും അന്വേഷണം നടത്തുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ആ ഭാഗത്തേക്ക് ഇവർ പോയെന്ന് പിടികിട്ടുന്നില്ല. അവിടെ ഇദ്ദേഹത്തിൻ്റെ മൊബൈലിൽ ആരെങ്കിലും സുഹൃത്തുക്കളുണ്ടായിരുന്നോ എന്ന് അറിയില്ല. എന്തായാലും പൂമരം വീട്ടിൽ നിന്നിറങ്ങി വളരെ ധൃതിയിൽ ഇയാൾ മുന്നോട്ട് പോകുന്നത് കണ്ടു എന്നാണ് പറയുന്നത്. എങ്ങോട്ടാണ് പോകുന്നത്? ആരോ ചോദിച്ചപ്പം കാശിക്ക് പോവുകയാണെന്ന് പറഞ്ഞു. പക്ഷേ മൊബൈൽ കയ്യിലില്ല. എവിടാണ് ലൊക്കേഷൻ എന്നറിയത്തില്ല. 16-17 വയസ്സുള്ള കുട്ടിയാണ്. വീട്ടുകാരോട് പിണങ്ങി മൊബൈൽ പിടിച്ചു വാങ്ങിച്ചു വെച്ചതിൽ രോഷം കൊണ്ട് പോയതാണ്. അതിനെപ്പറ്റി പോലീസ് വളരെ കൂലങ്കഷമായിട്ട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും നല്ലൊരു ടീം കേരളത്തിലും അവർ വയനാട്ടിലും അത് കണ്ണൂരും ഭാഗത്തൊക്കെ അന്വേഷിക്കുന്നുണ്ട്. എങ്കിലും യാതൊരു വിവരം ഇതുവരെ ലഭിച്ചിട്ടില്ല. ആ പയ്യനെ എങ്ങോട്ടാണ് പോയതെന്ന്, കാശിക്ക് പോകുന്നെന്ന് പറഞ്ഞാൽ എങ്ങോട്ട് പോയി എന്നും അറിവില്ല. അദ്ദേഹത്തിൻ്റെ മൊബൈലിലെ സുഹൃത്തുക്കളെയും മറ്റുമൊക്കെ ഉള്ളവർ എവിടെയൊക്കെയാണോ ആ ഭാഗത്തൊക്കെയാണ് പോലീസ് പോയിരിക്കുന്നത്. എങ്കിലും 10-11 ദിവസമായിട്ട് യാതൊരു വിവരവും ആ കുട്ടിയെപ്പറ്റി ഇല്ല. കാരണം വീടിനടുത്തുള്ള ഗ്രാമത്തിൽ തൊട്ടടുത്തുള്ള സ്ഥലത്തെ ആ ജംഗ്ഷനിലേക്ക് പോയെന്ന് തീർച്ചയായിട്ടും എങ്ങോട്ടാണ് ആ കുട്ടി തിരിഞ്ഞു പോയത്, ബസ് കയറിയോ അല്ലെങ്കിൽ അവിടുന്ന് വീട്ടിൽ നിന്ന് പണം എന്തെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അജ്ഞാതമാണ്. എങ്കിലും പോലീസ് അത് നോക്കിയിട്ടുണ്ടാവും. ഏതോ ചില ഡയറക്ഷൻ വെച്ചിട്ടാണ് അവർ സമീപ ജില്ലകളിലേക്കും അതുപോലെ കർണാടകയിലേക്കൊക്കെ പോയത്. മൈസൂരിലേക്ക് പോയി എന്നും പറയുന്നുണ്ട്. 8-10 ടീം അംഗങ്ങളുള്ളതുകൊണ്ട് 2-3 ബാച്ചായിട്ട് അവർ തിരഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും യാതൊരു വിവരവും ലഭിക്കാതിരിക്കുന്നതിൻ്റെ കാരണം മൊബൈൽ കയ്യിലില്ല അതുകൊണ്ട് തന്നെ. എങ്കിലും എവിടെയെങ്കിലും ഒറ്റപ്പെട്ടെന്ന് തോന്നി ആ പേടിയൊക്കെ തുടങ്ങിയാൽ ചിലപ്പം വീട്ടുകാരെ വിളിച്ചെന്ന് വരും. അതുകൊണ്ട് വീട്ടുകാരെപ്പോഴും വീട്ടിലെ മൊബൈൽ ഫോണും അവന് പരിചയമുള്ള മറ്റ് മൊബൈൽ ഫോണുകാരുടെ അടുത്തൊക്കെ അതെപ്പോഴും ഓൺ ചെയ്ത് വെക്കണം എന്ന് തന്നെ പറയണം. ഡെസ്പറേറ്റാകുന്ന സമയത്ത് ചിലപ്പം ഏതെങ്കിലും ഒരു ഫോണിൽ വിളിച്ചെന്ന് വരാം. അപ്പോൾ അവർ അലർട്ടായിരിക്കണം. എവിടെ നിന്ന് വിളിച്ചാലും ശരി, എവിടെയാണ് നിൽക്കുന്നത് നീയെ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിൽ ഇമ്മീഡിയറ്റായിട്ട് പറഞ്ഞു കൊടുത്ത് ഇയാളെ പിടിക്കണം. കാരണം പക്വതയില്ലാത്ത കുട്ടിയാണ്, 16-17 വയസ്സേ ഉള്ളൂ. അതുകൊണ്ട് എവിടുന്നെങ്കിലും ചിലപ്പം ഡെസ്പറേറ്റായിട്ട് വിളി വരുന്നുണ്ടെങ്കിൽ ചിലപ്പം കൂട്ടുകാർക്കോ ബന്ധുക്കൾക്കോ ഇഷ്ടമുള്ളവർക്കൊക്കെ ആയിരിക്കാം. അവരെ എല്ലാവരും ഒന്ന് അലർട്ട് ചെയ്യുന്നത്, പോലീസ് അലർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ബന്ധുക്കളും അലർട്ട് ചെയ്യണം. എവിടെ വിളിച്ചാലും ആ വിളിക്കുന്ന നമ്പറുകാരുടെ അടുത്ത് പറയണം. ഏതെങ്കിലും മൊബൈലുകാരെ ചക്കിട്ട് പിടിച്ച് ഒന്ന് വിളിക്കാനല്ലേ പറ്റുള്ളൂ. അങ്ങനെ ആ മൊബൈലുകാരൻ ഇവനെ വീട്ടിൽ മിസ്സായതാണ് ഇമ്മീഡിയറ്റ് പറയാം, അവനെ അവിടെ പിടിച്ചു നിർത്തണം എന്ന് തന്നെ പറയേണ്ടി വരും. പിടിച്ചു വെക്കണം. എങ്കിൽ മാത്രമേ ആളെ നമുക്ക് തിരിച്ചു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് വീട്ടുകാരും നാട്ടുകാരും അവനെ ഇഷ്ടപ്പെടുന്നവരും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാനീ പറഞ്ഞത്.